ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം എന്നും ജീവിതത്തിന് ശക്തിയാണ്. വചനത്തിന്റെ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും വചനത്തിലൂടെ അതിജീവിച്ച് 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ് നെടുങ്കുന്നം റീജിയനിൽ നിന്നുമുള്ള ഈ ഒരു കുടുംബം. 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ ഈ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഒരു അമ്മയും മകളുമാണ്. നമുക്ക് ആദ്യം ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് സോജി ചെമ്പം. ഞാൻ സെന്റ് ജോസഫ് ചർച്ച് വായിക്കും. ഈ ഒരു കൊച്ചു മിടുക്കി കൂടെയുണ്ട്. വചനത്തിൽ അത്രയും ശക്തമായിട്ട് ഒരുപാട് ടീമുകളോട് പല തലത്തിൽ മത്സരിച്ചാണ് ഇവർ ഈ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുന്നത്. ചേച്ചി എങ്ങനെയാണ് ഈ 100 മേനിയിൽ മത്സരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? 6 വർഷം മുമ്പ് ഞാൻ യാദൃച്ഛികമായിട്ടാണ് ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛന്റെ കേട്ടറിഞ്ഞത്. അപ്പോഴാണ് ഈ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും വചനത്തോട് സ്നേഹം പറഞ്ഞത് പഠിക്കുന്ന അന്നാണ്. പക്ഷെ അന്ന് മുതൽ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പരീക്ഷ ഇല്ലെങ്കിൽ ഉഴപ്പെന്ന് പറഞ്ഞ പോലെ ഞാൻ പല പ്രാവശ്യം പഠിക്കാൻ ശ്രമിച്ചാലും പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ഒരു കൃപയെന്നോണം ചങ്ങനാശ്ശേരി അതിരൂപത 100 മേനിയുടെ സീസൺ 1 വന്നു. അത് കണ്ടപ്പോൾ ഒരുപക്ഷെ ഏറ്റവും സന്തോഷിച്ച് ഞാനായിരിക്കും. എനിക്ക് ഭയങ്കര ആവേശമായി. ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് എഴുതി തന്നെയാണ് ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ സീസൺ എഴുതി പഠിച്ചു. അങ്ങനെ പഠിച്ചു. ഡിഗ്രിയാല് 300 കൂടുതൽ മാർക്ക് 2 വർഷം കിട്ടി. 217 എഴുതാനായിട്ട് 3 മണിക്കൂർ കൊണ്ട് സാധിച്ചു. ശരാശരി അതിർവതിക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത്. കാരണം ഒരു മത്സരം എന്ന രീതി വന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. കാരണം ജീവിതത്തിൽ പല തിരക്കുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം പുറകെ പോകുമ്പോൾ നമുക്ക് ഒരു മത്സരം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അത് വചനം കാണാതെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. വചനം പലപ്പോഴും വായിച്ചു പോകാറുണ്ട്. പക്ഷെ ഇത്രയും ആഴമായിട്ട് പഠിക്കുന്നത് ഈ 100 മേനി വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വചനം കേട്ടാലും വചനവും കുറച്ചൊക്കെ കാണാതെ പഠിച്ചു. കാരണം രാവിലെ തൊട്ട് ഞങ്ങള് വീട്ടില് ഓഡിയോ ബൈബിൾ പ്ലേ ചെയ്യുന്നവരാണ്. രാവിലെ എഴുന്നേറ്റ് പേഴ്സണൽ പ്രയർ കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇത് വചനം കേൾക്കാൻ തുടങ്ങും. പിന്നെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലെല്ലാം ഞാൻ വചനം കേൾക്കും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ വചനത്തെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാലും അധ്യായവാക്യം സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അത് പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വചനത്തോടൊരു ശരിക്കും ഒരു പാഷനായിട്ട്. അപ്പൊ എന്തും ചെയ്യാം എന്നുള്ള ഒരു സന്നദ്ധത വന്നു. പക്ഷെ നമുക്ക് ആ മത്സരം വന്നപ്പോഴാണ് അതിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. അത്രയും വചനങ്ങൾ ആദ്യത്തെ വർഷം തന്നെ 400 വചനത്തോളം ഞാൻ പഠിച്ചു. എനിക്ക് എഴുതാൻ അത്രയും സ്പീഡ് കിട്ടത്തില്ല. രണ്ടാമത്തെ വർഷവും പഠിച്ചു, 400 വചനം പഠിച്ചു. 137 എഴുതാൻ പറ്റിയത്. എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. മോളെ വചനം പഠിക്കാൻ ഇഷ്ടമാണ്. ചേച്ചി ഈ ആദ്യ സീസണുകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് 100 മേനി 1ഉം 2ഉം കഴിഞ്ഞത് 3ആം സീസണാണ്. ഈ 2 സീസണുകൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഒന്നും രണ്ടും സീസണിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വചനം പഠിക്കുന്നത്. എനിക്ക് സ്പോണ്ടൈലോസിസ് ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാനും വായിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ എഴുതാൻ ഒട്ടും പറ്റത്തില്ല. എഴുതി കഴിയുമ്പോഴോ കഴുത്തിനും 2 തോളിനും ഭയങ്കര നീരും വേദനയുണ്ട്. കഴുത്താണേക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞാനിതൊന്നും കണക്കാക്കാറില്ല. എനിക്ക് ആ വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വേദന സഹിച്ച് തന്നെ പരീക്ഷ എഴുതാൻ 3 മണിക്കൂർ കൊണ്ട് അത്രയും വചനം കരഞ്ഞുകൊണ്ടാന്ന് പറയാൻ വേണ്ടി അത്ര. പക്ഷെ എനിക്ക് അതിനേക്കാട്ടിലും ഒക്കെ ആ ഈശോയുടെ വചനത്തോട് സ്നേഹം, വചനം തരുന്ന ആ സന്തോഷം ഓർക്കുമ്പോ എനിക്ക് വേദന ഞാൻ നിസ്സാരമായിട്ട് കഴിയും. ചേച്ചി ഇപ്പം ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. കാരണം പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് കുടുംബങ്ങളോടാണ് മാറ്റുരയ്ക്കുന്നത്. ഇപ്പൊ ഈ ഒരു പല ലെവലുകൾ കടന്നു വന്നു. പേഴ്സണൽ മത്സരങ്ങൾ, അതിനുശേഷം കുടുംബ തരത്തിലുള്ള മത്സരങ്ങൾ, റീജിയണൽ മത്സരങ്ങൾ, കൊറോണ മത്സരങ്ങൾ, അങ്ങനെ വിവിധ തലങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അപ്പം ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പൊ എല്ലാ ടീമിലും ഇപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വന്ന എല്ലാ ടീമുകളും എനിക്ക് തോന്നുന്നു 3 പേര് വെച്ചുണ്ടാവും. നിങ്ങൾ മാത്രമാകും 2 പേര് മത്സരിക്കുന്നത്. അപ്പൊ മോളെയും കൊണ്ടുള്ള ഈ വചന പഠനവും ഒപ്പം ഈ ഒരു ലെവലുകളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാ വചനം പഠിക്കുന്നത്. സമയം തീരെയില്ല. വീട്ടിലെ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, പല ഉത്തരവാദിത്തങ്ങൾ, കൊച്ചിന്റെ കാര്യം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സമയം വളരെ കുറച്ചാണ് കിട്ടും. ഞാൻ എന്റെ റെസ്റ്റും ഉറക്കവും എല്ലാം മാറ്റി വെച്ചിട്ടാണ് വചനം ആ സമയത്ത് അങ്ങനെയാണ് വചനം പഠിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തുന്നത്.
പക്ഷെ ഈ വചനത്തോടുള്ള സ്നേഹം എനിക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധതയിൽ എന്ന പോലെ ചെയ്യുന്നു. ഈ ഘട്ടങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാല് എല്ലാവരും ഇത്ര നന്നായിട്ട് പഠിച്ച് ഇത് ദൈവത്തിന്റെ ഒരു കൃപയായിട്ട് ഞാൻ എനിക്കിത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. ദൈവം കൃപയായിട്ട് തന്നതെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ റീജിയണൽ ലെവലിലൊക്കെ മത്സരത്തിന് വന്നവര് ഒക്കെ വളരെ നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി 3 പേരും ഒരുപോലെ നന്നായിട്ട് മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു. പക്ഷെ ദൈവം ഒരു കൃപയായിട്ട് തന്നോണ്ട് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവത്തിന് നന്ദിയുള്ളവളായിട്ടിരിക്കുന്നു. അപ്പോ വചനം പഠിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. വചനത്തിന്റെ ശക്തി അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആളാണ് ചേച്ചി. ചേച്ചി ഈ വചനം ഇത്രത്തോളം പഠിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം ആഴപ്പെടാൻ സാധിച്ചിട്ടുണ്ട്? ഒത്തിരി മാറ്റങ്ങൾ വരാൻ പറ്റി. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് എന്റെ ഈശോയായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മാറി വന്നു. പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഈശോയുടെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നു, പോയി ചോദിക്കുന്നു, ആ കാര്യം സാധിച്ചെടുക്കുന്നു, പിന്നില്ല. പിന്നെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ ഈ വചനം പഠിക്കാൻ തുടങ്ങിയ പിന്നെ സത്യം പറയാമല്ലോ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അപ്പനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഏറ്റവും അടുത്ത ആളോടെന്ന പോലെയാണ് എന്റെ പേഴ്സണൽ പ്രെയർ തന്നെ മാറി. പിന്നെ അതിന്റെ ഫലമായിട്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. വിശ്വാസം വർദ്ധിച്ചപ്പം നാച്ചുറലായിട്ട് ഉണ്ടായ കാര്യം എന്താന്ന് വെച്ചാല് ഇത് എനിക്ക് ആകുലതയില്ല, ടെൻഷനില്ല, ഒരു വിഷമവുമില്ല. നാളത്തെ കാര്യത്തെ ഓർത്ത് ഞാൻ ഒന്നും ചിന്തിച്ച് ടെൻഷൻ ആവാറില്ല. കാരണം ഈശോ എല്ലാം മനോഹരമായിട്ട് ഓരോ ദിവസവും നടത്തുന്നുണ്ടല്ലോ. കാരണം ഈ വചനം പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്റെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അതെല്ലാം വളരെ മനോഹരമായിട്ട് ഈശോ ചെയ്തു തരുന്നു. പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഫിനാൻഷ്യൽ മേഖലയിലാണെങ്കിലും ഒത്തിരി ക്രൈസിസ് ഉള്ള സമയത്ത് ആണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഒന്നല്ല ഈശോ വരുന്നത്, സമൃദ്ധമായിട്ട് തരുന്നു. അത് അത് ഈശോയെ ഞാൻ ഭൗതികമായിട്ട് ഈശോ തരുന്ന അനുഗ്രഹത്തെ ഓർത്തല്ല ഞാൻ ഈ വചനത്തെ സ്നേഹിക്കുന്നത്. പക്ഷെ എന്തോ ഇതിപ്പം ഡാനിയലിസം പറയുന്ന പോലെ തേങ്ങ എണ്ണയാട്ടാൻ പോകുമ്പോഴത്തേക്ക് എണ്ണ മാത്രമല്ല പിണ്ണാക്കും കൂടി കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമാണ്. ഭൗതിക അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. വേറൊരു മാറ്റം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഈ വചനം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെന്നെക്കുറിച്ച് എന്ത് പറയുന്നു, അവരെന്ത് പറയും, അവരുടെ മുമ്പിൽ ഞാനൊരു നല്ല അവരുടെ സർട്ടിഫിക്കറ്റിലാണ് ഞാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വചനം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആര് എത്ര നല്ല സർട്ടിഫിക്കറ്റ് തന്നാലും ആര് എത്ര മോശമായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് തന്നാലും നമ്മൾക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് മുമ്പിൽ ഹൃദയം പരിശോധിക്കുന്ന ദൈവം ബാഹ്യഭാവത്തിലല്ല ശ്രദ്ധിക്കുന്നത്. അപ്പം ഹൃദയ പരിവർത്തനം വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് നോക്കി ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്താ ഉള്ളത് അത് മാറ്റാനുള്ള ഞാൻ പൂർണ്ണമായിട്ടുണ്ടോ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ അനുദിന ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് മാറ്റം വരുത്താനും അതോടൊപ്പം പഠിക്കുന്ന വചനങ്ങള് എന്റെ കഴിവിനനുസരിച്ച് അത് പാലിക്കാനുള്ള ശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഈശോ ഒത്തിരി ബ്ലെസ്സിങ് കിട്ടുന്നുണ്ട്. ഓരോ ചെറിയ വചനവും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് പാലിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ദൈവം എനിക്ക് സമ്മാനം തരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ സന്തോഷവതിയാണ്. തുടർന്നും അതുകൊണ്ട് ഈ വചനം മുന്നോട്ട് പഠിക്കണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഈ ശാരീരികമായിട്ട് വേദനയും ബുദ്ധിമുട്ടും വന്നാലും അതൊന്നും കണക്കിലെടുക്കാതെ പഠിക്കണമെന്നാഗ്രഹിക്കുന്നു. ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അവയൊക്കെ മാറ്റിവെച്ച് വചനത്തിന്റെ പിന്നാലെ ഇങ്ങനെ ആഗ്രഹത്തോടെ സഞ്ചരിക്കുകയാണ് ചേച്ചി. ജീവിതത്തിന്റെ തിരക്കുകളുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. എങ്കിലും അതിനൊക്കെ ഉപരി വചനത്തിന് ജീവിതത്തില് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ്. ഇങ്ങനെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നേറുമ്പോൾ ഈ വചനം ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടോ? പല സമയത്തും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പറയാൻ തുടങ്ങിയ ഒരു ദിവസം മുഴുവൻ പറയേണ്ടി വരും. ദിവസവും ഞാൻ അത്ഭുതം കാണുന്ന വ്യക്തിയാണ്. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയും. പ്രത്യേകിച്ച് ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും വരുമ്പോ പലരും പല പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഒക്കെ പോലും നമ്മൾ ചെല്ലുമ്പോൾ ഹാർദവമായ സ്വാഗതവും അതിനോടൊപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയ്ക്ക് എനിക്ക് പല പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേ കാര്യത്തിൽ തന്നെ മറ്റു ചിലർ പോയിട്ട് അവർക്ക് കാര്യം നടക്കാതെ അനേകം തവണ തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചെല്ലുന്നവർക്കെല്ലാം വചനമായി ഈശോയെ അവര് സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സ്വീകരിക്കുന്നതായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോ വചനം ജീവിക്കുന്ന ഒരാളാണ് ചേച്ചി. അതുപോലെ തന്നെ ഈ കുഞ്ഞു മോളും. മോളുടെ ഒരു വിശ്വാസ ജീവിതം എങ്ങനെയാ? അവളും ഈ വിശ്വാസത്തിലും വചനത്തിലും ഒക്കെ ആഴപ്പെട്ട് തന്നെയാണോ വളരുന്നത്? അവള് സത്യം പറഞ്ഞാല് ഞാൻ അവളെ 3 വയസ്സ് തൊട്ട് വചനം പഠിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനകളാണ്. ഒരു ക്രൈസ്തവൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രാർത്ഥനകളും 3 വയസ്സിൽ തന്നെ ഞാൻ അവളെ പഠിപ്പിച്ചു. ഇപ്പോഴവള് ജപമാല രഹസ്യങ്ങളും ലുത്തിനിയും എല്ലാം അവള് ചെയ്തു. 1-ാം ക്ലാസ് മുതൽ അവളാണ് കുടുംബ പ്രാർത്ഥന വീട്ടിൽ ലീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വചന വായനയും 1-ാം ക്ലാസ് മുതൽ അവള് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൾക്ക് തുടരുകയും സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വചനം വായിച്ചിട്ടല്ലാതെ അവള് സ്കൂളിൽ പോകാറില്ല. പ്രാർത്ഥനകളും ചെയ്യും. പ്രത്യേകിച്ച് മിഖായൽമാരായോടും എത്രയെന്നുമാതം ക്രിസ്ത്യാന്മാരോടുള്ള ജപം ഇതിനൊന്നും ചെല്ലാതെ അവൾ വീട്ടിൽ പോകാറില്ല. പിന്നെ മറിയത്തിന്റെ സുസരിതമൊക്കെ അവൾ നേരത്തെ യൂണിവേഴ്സിലെ കാണാതെ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അവൾക്ക് അതിലിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ അവള് ആദ്യ വചനം തൊട്ട് പഠിക്കും. കുറെ വചനങ്ങൾ പഠിച്ചു. പിന്നെ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് എനിക്ക് വളരെ സന്തോഷമാവും. എനിക്ക് ദൈവം ഒരു കൃപ കൊടുത്തേക്കുന്നത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പഠിച്ചതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണേലും അതിന് ശേഷം ചോദിക്കുമ്പോൾ അവള് മറക്കാതെ അധ്യായവാക്യവും വചനവും പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഈസിയായിട്ട് ഞാൻ ഇത്തിരി സ്ട്രെയിൻ എടുക്കും. പക്ഷെ ഈശോ ഒക്കെ കൃപയായിട്ട് കൊടുത്തതായിരിക്കും കേട്ടോ. നെടുംകുന്നം റീജിയന് തന്നെ അഭിമാനമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ മാറിയിരിക്കുന്നത്. നുറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരുപാട് കുടുംബങ്ങളോട് മാറ്റുരച്ച് നെടുംകുന്നം റീജിയനിൽ നിന്നാണ് ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത്. ഈ വചനം പഠിക്കാൻ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ വ്യക്തി എന്റെ അമ്മയാണ്. അപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ചെറുപ്പകാലത്ത് തൊട്ടേ വചനത്തോട് വളരെ സ്നേഹമുള്ള ആളാണ് അമ്മ. ഞാൻ എപ്പോ അമ്മയെ കാണുമ്പോഴും ഒന്നിൽ അമ്മയുടെ കയ്യിലൊരു ജപമാലയുണ്ട്. ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബൈബിളുണ്ട്. ബൈബിൾ അമ്മ എത്ര ആവർത്തി വായിച്ചു എന്ന് എനിക്കറിയത്തില്ല. 30 തൊട്ട് വെളിപാട് വരെ അമ്മ ഒരുപാട്, 10 അല്ല, 10 കൂടുതൽ, 10-15 പ്രാവശ്യം ചിലപ്പോ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വായിച്ചോണ്ടിരിക്കും. ഒരു പ്രാവശ്യം ബൈബിള് വായിച്ചു തീരുക, ഉടനെ അമ്മ പിറ്റേ ദിവസം തൊട്ട് അടുത്തത് തുടങ്ങുന്നു. ഇങ്ങനെയാണ്. അപ്പം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലും വചനം വായിക്കുന്ന അന്തരീക്ഷത്തിലുമാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പൊ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് അമ്മ. ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് വചനം പഠിക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും വചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരാണ്. ചേച്ചി ഇപ്പൊ ഒരുപാട് തിരക്കുകൾ ചേച്ചിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ചേച്ചിയുടെ ജോലിയുടെ കാര്യങ്ങള്, കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിനിടയിലാണ് ചേച്ചി സമയം കണ്ടെത്തി ഈ വചനം പഠിച്ച് ശരിക്കും പറഞ്ഞ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ചേച്ചി ഈ വചനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വചനം പഠിക്കാൻ സമയമില്ല, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കരയ്ക്ക് നിന്ന് നമുക്ക് ഒരിക്കലും നീന്തൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. വചനം പഠിക്കാൻ തുടങ്ങുക. തുടങ്ങുമ്പോ ഇതൊരു കൃപയാണ്. ഇത് മനുഷ്യന് സ്വന്തം ബുദ്ധിയിൽ ഒതുങ്ങുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ട്. കാരണം ബുദ്ധിശക്തി കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെയും ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ് തോന്നുന്നു. പക്ഷെ ഈ വചനം അങ്ങനല്ല. ബുദ്ധിയിൽ നിന്നല്ല ഇത് പഠിക്കുന്നത്. അപ്പൊ ഇത് കൃപയായിട്ട് കിട്ടുന്ന കാര്യമാകുമ്പോൾ കൃപ എല്ലാവർക്കും ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ദൈവം കൊടുക്കാൻ സന്നദ്ധമാണ്. നമുക്ക് പഠിക്കാൻ ആഗ്രഹം തോന്നുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആഗ്രഹം തോന്നുമ്പോൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ബാക്കി പിന്നെ ഈശോ ചെയ്തോളും. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പോ ഗ്രാൻഡ് ഫിനാലെക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോളുമായിട്ടുള്ള ഗ്രാൻഡ് ഫിനാലയുടെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ദൈവകൃപയാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മുഴുവനായിട്ടൊന്നും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റേതായ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ അധ്വാനിക്കുന്നു. കാരണം നമ്മൾ അധ്വാനിക്കുക എന്നുള്ളതാ. ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമ്മാനം തരുന്നതും വിജയം തരുന്നതും കർത്താവാണ്. അത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ. അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പഠിക്കുന്നു. ബാക്കിയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തേക്കുന്നു. അപ്പൊ ചേച്ചി വചനത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. വചനത്തെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വചനം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഇതാണ്. മനുഷ്യന്റെ ആഗ്രഹവും പ്രയത്നവും അല്ല, ദൈവത്തിന്റെ ദയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. റോമ 9:16. ഈ വചനമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ അനേക തവണ റേമ വചനമായതുകൊണ്ടായിരിക്കും ഞാനിതിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഞാൻ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ്: സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എന്ത് അധ്വാനിച്ചാലും
ദൈവം നമ്മളോട് ദയ കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് 100 പേരുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ നെടുംകുന്നം റീജിയനിൽ നിന്നുമുള്ള ഈ കുടുംബത്തെയാണ്. ഈ അമ്മയും മകളും വചനത്തിന്റെ പടച്ചട്ട അണിഞ്ഞ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വചനത്തിന്റെ യുദ്ധത്തിനായിട്ട്. അപ്പൊ ഇവരുടെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച്, വചനത്തിൽ ആശ്രയിച്ച് ഇവര് മുന്നോട്ട് പോവുകയാണ്. മത്സരിക്കാൻ വേണ്ടി മാത്രമല്ല ഇവർ വചനം പഠിച്ചത്, ജീവിതത്തിൽ വിജയിക്കാൻ കൂടിയാണെന്ന് ചേച്ചി പറഞ്ഞു വെക്കുകയാണ്. അപ്പോ നെടുംകുന്നം റീജിയനിൽ നിന്നും 100 മേരിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് മത്സരിക്കുന്ന ചേച്ചിക്കും മോൾക്കും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.